നമസ്കാരം, ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. വളരെ പ്രത്യേകതകൾ നിറഞ്ഞിട്ടുള്ളതായ ഒരു തൊടുകുറി ശാസ്ത്രമാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. നിമിത്ത ലക്ഷണങ്ങളെ കൂടി അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു തൊടുകുറി നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്നതായ സൂചനകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. എന്നാൽ അത്തരം സൂചനകൾ തിരിച്ചറിഞ്ഞ് നാം പ്രവർത്തിക്കുക എന്നത് ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾക്കും അപകടങ്ങളെ പോലും തരണം ചെയ്യുവാൻ അത് സഹായകരവുമാണ്. ഈ സമയം നിങ്ങളിലേക്ക് കടന്നു വരുന്ന കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാൻ നിമിത്തശാസ്ത്ര പ്രകാരമുള്ള ഈ തൊടുകുറിയിലൂടെ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യം, ഈ തന്നിരിക്കുന്നതായ 2 ചിത്രങ്ങളിൽ 2 വെല്ലറ്റിൽ ഒരെണ്ണം തിരഞ്ഞെടുക്കണം. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ തന്നെയാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. നിമിത്ത ശാസ്ത്രവുമായി കോർത്തിണക്കിയിട്ടുള്ള തൊടുകുറി കൂടിയാണ് ഇത് എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യം, നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയെ നിങ്ങൾ മനസ്സിൽ ഒരു നിമിഷം പ്രാർത്ഥിക്കേണ്ടതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം ശുഭമായി ഭവിക്കണം എന്നും വിഷമതകൾ ഒഴിഞ്ഞു പോകണം എന്ന പ്രാർത്ഥനയോടെ ഏവരും കണ്ണുകൾ അടച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ച് കണ്ണുകൾ തുറന്ന് ആദ്യം കാണുന്ന ചിത്രം ഏതോ ആ ചിത്രം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അല്ലെങ്കിൽ മനസ്സിനെ വല്ലാതെ ആകർഷിച്ച ചിത്രമാണ് എങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ ഏവരും ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയെ പ്രാർത്ഥിച്ചുകൊണ്ട് തിരഞ്ഞെടുക്കൂ. അപ്പോൾ ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെ കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി, ആ ദേവതയുടെ നാമം കമന്റായി രേഖപ്പെടുത്തി വന്ദിക്കൂ. അപ്പോൾ ആദ്യത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ ഫലങ്ങൾ ഇപ്രകാരമാണ്. ആദ്യത്തെ ചിത്രവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വളരെയധികം ആഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ട് എന്ന് കാണുന്നു. എന്നാൽ ആ ആഗ്രഹങ്ങൾ പലതും മനസ്സിൽ കൊണ്ട് നടക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഭാഗ്യാനുഭവങ്ങളൊന്നും കഴിഞ്ഞ കാലത്തിൽ നിങ്ങളെ അത്രമേൽ തേടി വന്നിട്ടില്ല എന്ന് പരാമർശിക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേർന്നിട്ടില്ല എന്നതാണ് സത്യം. അസുലഭമായ ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവരാണ് നിങ്ങൾ എന്ന് പറയാം. പല സ്വപ്നങ്ങളും മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ്. അതിലൊന്ന് വീട്, അല്ലെങ്കിൽ സ്ഥലം, വാഹനം, അത്തരത്തിൽ ചില കാര്യങ്ങൾ നിങ്ങൾ സ്വപ്നം കാണുന്നു എന്നുള്ളതാണ്. എന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരാനുള്ള സാധ്യത ഇവിടെ വളരെ കൂടുതലാണ് എന്ന് കാണുന്നു. ഈ സമയം നിങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ട് അത് മൂടി പിടിപ്പിക്കുവാനുള്ള ഒരു സാഹചര്യം പോലും ജീവിതത്തിൽ വന്നു ചേരാം എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ആഗ്രഹിച്ച പല കാര്യങ്ങളും നിങ്ങൾക്ക് വാങ്ങുവാനുള്ള അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഒരു പാരിതോഷികങ്ങൾ, അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളെ തേടി വരാനുള്ള സാധ്യതകളുണ്ട്. സ്വർണ്ണാഭരണങ്ങൾ പോലുള്ള കാര്യം, അതൊരു തുണ്ട് സ്വർണമാണ് എങ്കിലും നിങ്ങളിലേക്ക് വരികയോ പണയപ്പണ്ടവുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും ചില കാര്യങ്ങൾ അല്പമൊന്ന് അനുകൂലമാകുന്നതോ ആകാവുന്നതാണ്. സാഹചര്യം വിശദമായി തന്നെ നോക്കുമ്പോൾ ഈ സമയം നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ആഭരണങ്ങൾ വാങ്ങുവാൻ
മാറ്റി വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് പോലുമാകാം. കൊടുക്കുകയോ വാങ്ങുകയോ അത്തരം ചില കാര്യങ്ങൾ ഈ സമയം സംഭവിക്കാവുന്നതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനമായും അനുകൂലമാകാവുന്നത് വിവാഹം പോലുള്ള കാര്യങ്ങളാകാം. വീട്, ഭക്ഷണം, ആഗ്രഹിക്കുന്നതായ അത്തരം ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു സാഹചര്യം. ഈശ്വരാനുഗ്രഹം നിങ്ങളിൽ വളരെയധികം വർദ്ധിച്ചിരിക്കുന്ന, ഈശ്വരാനുഗ്രഹം ഉള്ളതിനാൽ തന്നെ പല കാര്യങ്ങളെയും തട്ടിമാറ്റി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന വ്യക്തികളുടെ ഒരു എനർജി തന്നെയാണ് ഇവിടെ കാണുവാനായി സാധിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും അപ്രതീക്ഷിതമായി ധനം നിങ്ങളെ തേടിയെത്തുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് കാണുന്നു. അപ്രതീക്ഷിതമായ ധനപരമായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകാവുന്ന സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങൾക്ക് തീർച്ചയായും ചിട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് അനുകൂലമാകുന്ന ഒരു സാഹചര്യമോ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു വ്യക്തിയിൽ നിന്നും ധനം പ്രതീക്ഷിക്കുന്നു, ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനം നിങ്ങളിലേക്ക് കടന്നു വരേണ്ട ഒരു സാഹചര്യമുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകാവുന്ന സാഹചര്യമുണ്ട്. ഈ സമയം തടസ്സങ്ങൾ കൂടാതെ ധനമോ അല്ലെങ്കിൽ അത്തരം ചില ആവശ്യമായ കാര്യങ്ങളോ നിങ്ങളിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. ഈ സമയം ചില വ്യക്തികൾ നിങ്ങളുമായി ബന്ധപ്പെട്ട് അഥവാ നിങ്ങളുടെ അവസ്ഥ കണ്ട് സഹായിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം എന്നുള്ളതാണ്. ആത്മാർത്ഥമായ ചില സഹായങ്ങളോ പിന്തുണയോ ഈ സമയം നിങ്ങളിലേക്ക് കടന്നു വരാവുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം ചില കാര്യങ്ങൾ തീർച്ച തന്നെയാണ് എന്ന് പറയാം. നല്ലൊരു ബന്ധം നിങ്ങളിലേക്ക് കടന്നു വരാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകാവുന്നതാണ്. ജീവിതത്തിൽ നാഴികക്കല്ലായി മാറാവുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരാം എന്നുള്ളതാണ്. നിമിത്ത ലക്ഷണങ്ങൾ പ്രകാരം വളരെ വ്യക്തമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന്, നിങ്ങളുടെ ചില സ്വപ്നങ്ങൾ, ചില ആഗ്രഹങ്ങൾ പൂവണിയുവാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ അത് അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. വളരെ കാലങ്ങളായി മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു ആഗ്രഹമോ അല്ലെങ്കിൽ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വന്നിരിക്കുന്ന ചില ആഗ്രഹങ്ങളോ നടക്കുവാനുള്ള ഒരു സാധ്യതയാണ് ഇവിടെ കാണുവാനായി സാധിക്കുന്നത്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കുവാനുള്ള അവസരങ്ങൾ കടന്നു വരാവുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്ന്, ഏതൊരു കാര്യത്തിനായി ഇറങ്ങി പുറപ്പെടുകയാണ് എങ്കിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്ന ഒരു ആത്മധൈര്യം നിങ്ങളിലേക്ക് കടന്നു വരാത്ത ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാകണം എന്നൊരു പ്രാർത്ഥനയുണ്ട്. എന്നാൽ ആ കാര്യങ്ങൾ അനുകൂലമാകുമോ പ്രതികൂലമാകുമോ എന്നൊരു ആശങ്ക അത് നിങ്ങളെ വളരെയധികം ബാധിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. ഈ സമയം ചില കാര്യങ്ങളിൽ ചില പ്രശ്നങ്ങൾ നിങ്ങളെ ചുറ്റി വരിഞ്ഞ് നിൽക്കുന്നതായ സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും ഒരു ധാരണയിലേക്ക് എത്തിച്ചേരുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. നിങ്ങളെ മനസ്സുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ മനസ്സിനെ ജയിക്കുക എന്നത് വളരെ പ്രയാസകരമായി തീരുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നതും വാസ്തവമാണ്. ഈ സമയം നിങ്ങൾക്ക് എടുത്തു പറയുവാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം, ശത്രുക്കളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അനുഭവിച്ചു പോരുന്ന ചില കാര്യങ്ങളാണ്. ശത്രുദോഷങ്ങൾ ജീവിതത്തിൽ നിന്നും അകലണം എന്ന് പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങൾക്കത് സാധ്യമാകുന്ന സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾക്ക് പുതിയൊരു അവസരങ്ങളിലേക്ക് പ്രവേശിക്കുവാനുള്ള ചില സാഹചര്യങ്ങൾ ഒരുങ്ങാം.
ഈ സമയം കൃത്യമായി അപഗ്രഥിക്കുവാനുള്ള സാഹചര്യവും ആത്മധൈര്യവും മനസാന്നിധ്യവും മുന്നോട്ട് പോകും തോറും ജീവിതത്തിൽ ഉണ്ടാകും എന്നതാണ് വാസ്തവം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തേണ്ടതായ ചില മാറ്റങ്ങൾ, അത് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയും ആലോചിച്ച് ചില തീരുമാനങ്ങൾ എടുക്കുവാനും നഷ്ടം വരുത്തി വയ്ക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ധൈര്യം നിങ്ങൾക്കുണ്ട്. അംഗീകാരങ്ങൾ പല കാര്യങ്ങളിലും ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. ധൈര്യക്കുറവ് പല കാര്യങ്ങളിലുമുണ്ട്. എന്നാൽ ജീവിതത്തിൽ അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനും ചില കാര്യങ്ങളിൽ മറ്റുള്ളവർക്ക് മേൽ വിജയം നേടേണ്ടതായ ആ സാഹചര്യം, അല്ലെങ്കിൽ ആ വിജയങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കുവാനുള്ള ഒരു തൻ്റെ ഇടം നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. എടുത്തു ചാടി തീരുമാനങ്ങൾ എടുത്ത് വൻ നഷ്ടങ്ങൾ തന്നെ, അല്ലെങ്കിൽ ചില വിഷമതകൾ ഉണ്ടായിരിക്കുന്ന നിങ്ങൾക്ക് അതിൽ നിന്നും ഒരു മാറ്റം ഉണ്ടാകാം എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വളരെ പ്രാധാന്യം അറിയിക്കുന്ന പല അവസരങ്ങളും ജീവിതത്തിൽ നഷ്ടമായിട്ടുള്ളവർ തന്നെയാണ് നിങ്ങൾ. ധനനഷ്ടം പോലും ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന നിങ്ങൾക്ക് അതിലൊരു മാറ്റം ആഗ്രഹിക്കുന്നു എങ്കിൽ ഈ സമയം നിങ്ങൾക്കത് സാധിക്കുകയും അനുയോജ്യമായ സാഹചര്യങ്ങളിൽ ആലോചിച്ച് തീരുമാനങ്ങൾ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്, നിങ്ങളുടെ മാനസികപരമായ സ്ഥിതി അല്പം വിഷമകരമാണ് എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും ഒരു ആശങ്ക നിഴലിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവമായ കാര്യമാണ്. എന്നാൽ നിങ്ങൾ ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നത് വാസ്തവമാണ്. ശുഭാപ്തി വിശ്വാസത്തോടെ നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. ഈ സമയം ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നത് ഗുണകരമായി തീരാം. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പല കാര്യങ്ങളും യാഥാർത്ഥ്യമാകുവാൻ പോകുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ചില ഭാഗ്യാനുഭവങ്ങൾക്കുള്ള സാധ്യതകൾ തുലോം കൂടുതലാണ് എന്ന് തന്നെ പരാമർശിക്കാം. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പല കാര്യങ്ങളിലും പാരിതോഷികങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. അത് ചില പ്രധാനപ്പെട്ട വസ്തുക്കൾ പോലുമാകാം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും ഒരു സംശയമുണ്ട്. അതിനാൽ തന്നെ രണ്ടാമത് ഒരു വട്ടം ചിന്തിച്ച് പ്രവർത്തിക്കുവാനുള്ള ഒരു അവസരം വന്നു ചേരാം. ഈ സമയം അപ്രതീക്ഷിതമായ ധനം ലഭിക്കാം എന്നുള്ളതാണ് വാസ്തവം. നിങ്ങൾ വളരെ കാലമായി ശ്രമിക്കുന്ന ധനമോ, നിങ്ങളിലേക്ക് വന്ന് ചേരേണ്ട ധനമോ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ ഉണ്ടാകാം എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ചില കാര്യങ്ങൾ അനുവദിച്ച് കിട്ടുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടാവുന്നതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ മനസ്സിലുള്ള ഒരു ആഗ്രഹം, മനസ്സിൽ വളരെ കാലമായി കൊണ്ടു നടക്കുന്ന സാഹചര്യം ജീവിതത്തിലേക്ക് വന്ന് ചേരാം എന്നതാണ് വാസ്തവം. അപ്രതീക്ഷിതമായ ആ കാര്യം ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. മനസ്സിലുള്ള ഒരു ആഗ്രഹം നടക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലും ആകാവുന്നതാണ്. കുടുംബ ബന്ധങ്ങൾക്കും അതേപോലെ തന്നെ സുഹൃത്ത് ബന്ധങ്ങൾക്കും വളരെയധികം പ്രാധാന്യം നൽകുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. ജീവിതത്തിൽ നിങ്ങളുടെ വളരെയധികം വിഷമതകൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇതിനോടകം നിങ്ങൾ അനുഭവിച്ച് കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമുണ്ട്. ഇവിടെ കാണുവാൻ സാധിക്കുന്നത് വളരെ വിഷമങ്ങൾ മനസ്സിൽ എപ്പോഴും നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നതാണ് വാസ്തവം. ഈ സമയം സങ്കടങ്ങൾ കഴിഞ്ഞാലും അല്ലെങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾ മനസ്സിൽ തന്നെ സൂക്ഷിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ
പല സത്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ചില അനുകൂല സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരാവുന്നതാണ്. ഈ സമയം ജീവിതത്തിൽ നന്മ മാത്രം പ്രവർത്തിച്ച് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി കരുതി വച്ചിട്ടുണ്ട് എന്നതാണ് വാസ്തവം. ഈ സമയം നിങ്ങളുടെ മികവ് പല കാര്യങ്ങളിലും പ്രകടിപ്പിക്കുവാനുള്ള ഒരു അവസരം ജീവിതത്തിലേക്ക് വന്ന് ചേരും എന്നുള്ളതാണ്. നിങ്ങളുടെ പ്രവൃത്തികൾ പലതും അംഗീകരിക്കപ്പെടുന്ന സാഹചര്യങ്ങളും വന്ന് ചേരാവുന്നതാണ്. ഈ സമയം സാംസ്കാരികമായ പല കാര്യങ്ങളിലും പ്രവർത്തിക്കാനുള്ള ചില സാഹചര്യങ്ങളും പേരും പ്രശസ്തിയും നേടുവാനുള്ള ചില സാഹചര്യങ്ങൾ രൂപപ്പെടാം. കലാമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അതുമായി ബന്ധപ്പെട്ട ചില വിജയങ്ങൾക്കുള്ള അവസരങ്ങൾ വന്നു ചേരാം. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വളരെയധികം പ്രയാസങ്ങൾ ഉണ്ട് എങ്കിലും അത് നല്ല മനസ്സായതുകൊണ്ടും നിങ്ങളുടെ പ്രവൃത്തിയുടെ ഫലമായതുകൊണ്ടും കർമ്മഫലം അനുകൂലമാകുന്നത് കൊണ്ടും ചില കാര്യങ്ങളെ തരണം ചെയ്യുവാൻ ഈ സമയം നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ പ്രവൃത്തികളെ സ്വയം വിലയിരുത്തേണ്ടത് അനിവാര്യമാണ്. ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. ആശയക്കുഴപ്പങ്ങൾ മനസ്സിലുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. ജോലിയുമായി ബന്ധപ്പെട്ടോ തൊഴിൽപരമായോ ആശങ്കകൾ മനസ്സിലുണ്ട് എന്നതും വാസ്തവമാണ്. പല കാര്യങ്ങളിലും ഒരു വ്യക്തമായ ഒരു തിരിച്ചറിവ് പല കാര്യങ്ങളിലും ഉണ്ടായിട്ടില്ല എന്നത് വാസ്തവമാണ്. പല കാര്യങ്ങളിലും ടെൻഷൻ വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും വാസ്തവം മനസ്സിലാക്കുവാൻ സാധിക്കാത്ത അവസ്ഥയുണ്ട്. ഭയം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും മനസ്സിൽ കടന്നു കൂടിയിരിക്കുന്ന സാഹചര്യം പോലുമുണ്ട്. നെഗറ്റീവായ ചിന്തകൾ പലതും മനസ്സിലുണ്ട് എന്നത് വാസ്തവമാണ്. അത് പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ഐശ്വര്യപൂർണമായ ദിവസങ്ങൾ തന്നെയാണ് മുൻപിലുള്ളത് എന്ന കാര്യം ഓർക്കുക. ഈ സമയം നിങ്ങളുടെ സാധ്യതകൾ അത് വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ രൂപപ്പെടാം. പല കാര്യങ്ങളിലും ഉണ്ടായിരിക്കുന്നതായ ആശങ്കകൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം നിങ്ങൾ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ നേടിയെടുക്കുവാനുള്ള ചില അവസരങ്ങൾ വന്നു ചേരാം. ഈ സമയം ചില കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുവാനുള്ള സാധ്യത തുലം കൂടുതലാണ് എന്ന് കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ അനുഗ്രഹമുണ്ട് എന്നത് വാസ്തവമാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾ തീർച്ചയായും ശ്രമങ്ങൾ നടത്തേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. പല കാര്യങ്ങളിലും പ്രതീക്ഷയോടെ മുന്നോട്ട് പോയി നിരാശപ്പെടേണ്ടതായ സാഹചര്യം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ തീർച്ചയായും ഒരു മാറ്റം സംഭവിക്കുകയും വിജയങ്ങൾ പലതിലും നിങ്ങൾക്ക് സ്വന്തമാക്കുകയും ചെയ്യാവുന്നതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ശത്രുദോഷം നിങ്ങളുടെ ജീവിതത്തിൽ അല്പമുണ്ട് അല്ലെങ്കിൽ ബാധിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട് എന്നത് വാസ്തവമാണ്. എന്നാൽ ഏത് കാര്യങ്ങൾക്കായി ഇറങ്ങി പുറപ്പെടുമ്പോഴും ആത്മവിശ്വാസം അല്ലെങ്കിൽ ആത്മധൈര്യം ലഭിക്കുന്നില്ല എങ്കിൽ, നിങ്ങളെ പല കാരണങ്ങൾ കൊണ്ടും പല ചിന്തകളും അസ്വസ്ഥരാക്കുന്നു എങ്കിൽ അതിൽ ഒരു മാറ്റം ഉണ്ടാകേണ്ടതാണ്. ഈ സമയം പല വിഷമതകളും നിങ്ങളെ ബാധിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. എടുത്തുചാട്ടം എന്നൊരു പ്രവണത നിങ്ങൾക്ക് പല സമയങ്ങളിലുമുണ്ട്. അത് തീർച്ചയായും പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. നിങ്ങൾ പല കാര്യങ്ങളിലും ചെയ്യുന്നത് അബദ്ധമായി പിന്നീട് മാറുന്ന സാഹചര്യമുണ്ട്. കഷ്ടതകൾ എപ്പോൾ തീരും എന്ന് പോലും മനസ്സിലാക്കുവാൻ സാധിക്കാത്ത സാഹചര്യമുണ്ട്. ഈ സമയം ജീവിതത്തിൽ ഉടനെ മാറ്റം വരുത്തേണ്ടതായ പ്രധാനപ്പെട്ട കാര്യങ്ങളെ വിശദമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ സമയം നിങ്ങൾക്ക് തീർച്ചയായും ചില വ്യക്തികൾ നിങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടാകാം. അത്തരം വ്യക്തികൾ ആരാണ് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വന്നു ചേരാം. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പല കാര്യങ്ങളിലും മുന്നോട്ട് പോകുവാനുള്ള ഒരു അവസരം നിങ്ങളുടെ ജീവിതത്തിൽ സിദ്ധിക്കാം. പല കാര്യങ്ങളിലും നിങ്ങൾക്കുണ്ടായിരിക്കുന്ന ഒരു മാറ്റം അത് ജീവിതത്തിൽ ഇനിയും തുടർന്നു പോരുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട്
ചില കാര്യങ്ങളിൽ ഒരു പുനർവിചിന്തനം നടത്തുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരാം. ഭാവി സുരക്ഷിതമാകണം എന്ന ആഗ്രഹത്തോടെ പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാം. ചില കാര്യങ്ങളിൽ ഇപ്പോഴും ചോദ്യചിഹ്നങ്ങൾ മനസ്സിലുണ്ട് എന്നത് വാസ്തവമാണ്. പ്രതീക്ഷയ്ക്കുള്ള വക പല കാര്യങ്ങളിലൂടെയും നിങ്ങൾക്ക് വന്നു ചേരാം. കാര്യങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഈശ്വരന്റെ അനുഗ്രഹം, ഈശ്വര ശക്തി നിങ്ങൾക്കൊപ്പമുണ്ട്. മുന്നോട്ട് പോകുവാനുള്ള ഊർജവും നിങ്ങളിലുണ്ട് എന്ന കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ദേവതയെ പൂർണ്ണമായും വിശ്വസിച്ച് മുന്നോട്ട് പോകണം. തീർച്ചയായും ചില വിജയങ്ങൾ ഈ സമയം നിങ്ങളിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് നീങ്ങുക.